ട്രെയിലർ കണ്ടതുപോലെ അല്ല ഈ മൂവി. തിയേറ്റർ ഒരു OTT മൂവിയാണ്. കുറ്റമൊന്നും പറയാൻ തോന്നുന്നില്ല, പക്ഷേ എന്തൊക്കെയോ ലാക്ക് ചെയ്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. മിക്ക ആൾക്കാരും നമ്മുടെ കേരളത്തിൽ സിനിമ കാണാൻ കയറുന്നത് ഒരു എന്റർടൈൻമെന്റ് പർപ്പസിലാണ്. ഹലോ, നമസ്കാരം. മാനപ്പൻ ടോക്കീസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എന്തായാലും ഒരു 7-8 ദിവസത്തിന്റെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വരുന്നത്. സാധാരണ നമ്മുടെ ബിഗ് ബോസ് റിവ്യൂ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഒന്ന് ഡൽഹി വരെ പോയി. പക്ഷെ അതൊന്നും അല്ല മാറ്റർ. നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ 90% ആൾക്കാരും വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. വീഡിയോ സബ്സ്ക്രൈബ് അല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സോ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചെയ്യൂലേ? ചെയ് പ്ലീസ് പ്ലീസ് പ്ലീസ്. യെസ്, അപ്പൊ ഒരു മൂവി റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാനും ഇവളും ഒരുമിച്ച് പോയിരുന്ന് കണ്ടു. എന്തുകൊണ്ടാണ് ഇന്ന് കാറിൽ കയറി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നീ കണ്ടായിരുന്നു അത് എന്റെ ഒരു വീഡിയോയുടെ താഴെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, സായി കൃഷ്ണനെ മോക്കിയാണോ എന്ന് ചോദിച്ചിട്ട്, അതായത് സീക്രട്ട് ഏജന്റിനെ മോക്കിയാണോ എന്ന്. അപ്പൊ ഞാൻ വീട്ടിലിരുന്നാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാ പിന്നെ ഇനി അവന്റെ ഒരു വിഷമം അങ്ങ് തീർത്തു കൊടുക്കാന്ന് വിചാരിച്ച് കാറിൽ ചെയ്യാണ് വീട്ടിൽ പോണതിന് മുമ്പ് തന്നെ. അപ്പൊ ഇന്ന് കണ്ട മൂവി നടികറാണ്. ഫസ്റ്റ് ദിവസം തന്നെ കണ്ടു. ജീൻ പോളിന്റെ ലാൽ ജൂനിയറിന്റെ മൂവിയാണ്. ബേസിക്കലി എങ്ങനെ ഉണ്ടായിരുന്നു മൂവി എന്ന് എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇതൊരു തിയേറ്റർ മൂവിയാണ് എന്ന് പറയില്ല. കാരണം തിയേറ്റർ ഒരു OTT മൂവിയാണ്. കുറ്റമൊന്നും പറയാൻ തോന്നുന്നില്ല, പക്ഷേ എന്തൊക്കെയോ ലാക്ക് ചെയ്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ലൈക്ക് എന്താ പറയുക, ഒരു തിയേറ്റർ എലമെന്റ് ഭയങ്കര കുറവായിരുന്നു മൂവിക്ക്. തിയേറ്റർ എലമെന്റ് കുറവായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇടയിലൊക്കെ ഫണ്ണ് വരുന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നമ്മളെ ഈ ഞാൻ പറയില്ല, നമുക്ക് ഒരു തിയേറ്ററിൽ പിടിച്ചിരുത്താൻ മാത്രമുള്ളത് ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്താണ് ഈ മൂവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡേവിഡ് പണിക്കൽ എന്ന് പറയുന്ന പടിക്കൽ അല്ലെ, പടിക്കൽ എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ ഒരു ഇമോഷണൽ ജേണിയാണ് മൂവി മുഴുവൻ പറഞ്ഞു പോകുന്നത്. ബേസിക്കലി പുള്ളിക്കാരന്റെ അഹങ്കാരം, പ്രജുഡിസ് മൈൻഡ്, ഈ സാധനങ്ങളെല്ലാം വെച്ച് പുള്ളി ഇങ്ങനെ ആദ്യം കുറെ ഹിറ്റുകൾക്കൊക്കെ ശേഷം പിന്നീട് പുള്ളിയുടെ ലൈഫിൽ ഒരു യൂഷ്വൽ ആക്ടർ സ്റ്റോറിയാണ്. അത് തന്നെയാണ് ഫസ്റ്റ് ഹാഫിൽ പുള്ളി എന്താണെന്ന് കാണിക്കുന്നു, എങ്ങനെയാണ് പുള്ളിയുടെ അഹങ്കാരം, എന്താണ് സംഭവങ്ങൾ, ഇതെല്ലാം കാണിക്കുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴേക്കും ഫസ്റ്റ് ഹാഫിന്റെ ഒരു ഇൻബിറ്റ്വീൻ തന്നെ സൗബിൻ വന്ന് പുള്ളിയെ ഒന്നും മാറ്റാനായിട്ട് ശ്രമിക്കുന്നതൊക്കെ പോലെ തന്നെയാണ് മൂവി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തിയേറ്റർ മൂവി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അല്ല എന്നേ പറയുള്ളൂ. കാരണം എനിക്കത് അങ്ങനെ ഒരു തിയേറ്ററിൽ പോയി മാസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒരു മൂവി ആയിട്ട് സത്യത്തിൽ ഫീൽ ചെയ്തില്ല. ജസ്റ്റ് ബിക്കോസ് ഷീ ഈസ് എ ടൊവിനോ ഫാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നിയത് ഏതൊരു മനുഷ്യന്റെയും ഒരു എന്താ പറയാ, കുറച്ചൊന്ന് നമ്മൾ സക്സസ്ഫുൾ ആണെന്ന് തോന്നി പോകുമ്പോഴത്തേക്കുള്ള ഒരു അഹങ്കാരം വരുമല്ലോ, അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യണം എന്നുള്ള ഒരു സാധനം പറയുന്നുണ്ട്. അത് പക്ഷെ ഒരു എലൈറ്റ് സീനിലാണ് അത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഒരു ആക്ടറിന്റെ പെർസ്പെക്റ്റീവ് അവിടെയാണ് ഞാൻ ഇതിനോട് യോജിച്ചത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂവി മിക്ക ആൾക്കാരും നമ്മുടെ കേരളത്തിൽ സിനിമ കാണാൻ കയറുന്നത് ഒരു എന്റർടൈൻമെന്റ് പർപ്പസിലാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആലോചിച്ച് പോകുന്നവർക്ക് ഇതൊരു ഹാപ്പി മൂവി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്റർടൈൻമെന്റ് ഫാക്ട് എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കോമഡി ഉണ്ടായിരുന്നു, പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്റർടൈൻമെന്റ് ഫണ്ടും അല്ല. നേരത്തെ റിലീസിന് മുമ്പ് തന്നെയുള്ള ഇന്റർവ്യൂസിൽ ടോവിനോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വേറൊരു കാര്യം ഉണ്ടോ, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ട്രെയിലർ കണ്ടതുപോലെ അല്ല ഈ മൂവി. ട്രെയിലർ അങ്ങനെ ആവണം മൂവി എന്നൊന്നും നിർബന്ധമില്ല. പക്ഷെ എന്നാലും അതുമായിട്ടൊരു ബന്ധമില്ല ഈ പടത്തിന്. പക്ഷെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നേ പറയാനായിട്ടുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ടൊവിനോയുടെ ചില സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാള സിനിമ കുറെ മാറി. പ്രസന്റേഷൻ വൈസ് നമ്മൾ ഹോളിവുഡിൽ ചില സംഭവങ്ങളൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് മലയാളത്തിൽ ഇതൊന്നും ചെയ്യാൻ ധൈര്യമുള്ള ആരും ഇല്ലല്ലോ എന്നുള്ളത്. എന്നാൽ കുറച്ച് സാധനങ്ങൾ, അത് ഞാൻ എന്താണെന്നുള്ളത് എടുത്ത് പറയുന്നില്ല, കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു എന്താ പറയാ, ഞാൻ മറ്റേ മെയിൽ ഷോവനിസ്റ്റ് ആവും. അങ്ങനെ കുറെ സീൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ചില സംഭവങ്ങളെ പ്രസന്റ് ചെയ്യുന്ന രീതി മലയാളം കുറച്ചു കാലമായിട്ട് മലയാളത്തിൽ അങ്ങനെ ചെയ്യാതിരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഈ പാർട്ടി സംഭവങ്ങളൊക്കെ വരുമ്പോൾ എന്തൊക്കെയാണോ ശരിയായി നടക്കാറുള്ള കാര്യങ്ങൾ, അതിനെയൊക്കെ ഒരു സംഭവത്തിൽ നല്ലൊരു മാറ്റമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എന്താണ്, ടൊവിനോയെ സ്ക്രീനിൽ കാണുമ്പോഴേക്കും നല്ല കളർഫുൾ ആണ് കേട്ടോ. പുള്ളിയുടെ കോസ്റ്റ്യൂം ബാക്കി കാര്യങ്ങളൊക്കെ ചുമ്മാ തീയാണ്. തീ എന്നൊന്നും പറഞ്ഞാൽ പോരാ, ലൈക്ക് ഇവിടെ ബ്രാൻഡുകളുടെ മഴയാണ് ആക്ച്വലി പുള്ളിക്കാരൻ. ഒരു തല്ലുമാല സ്റ്റൈലിലേക്കൊന്നും പടം എത്തിയില്ല.
കാരണം തല്ലുമാലയിൽ നമുക്ക് എന്റർടൈൻമെന്റും ഫണ്ണും ഈ കാര്യങ്ങളെല്ലാം കൂടെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു, ഈ ബ്രാൻഡ് മാത്രമല്ല. പക്ഷെ ഇതിലെന്തോ അത് മാത്രമായി പോയ പോലെ എനിക്ക് അങ്ങ് ഫീൽ ചെയ്തു. അങ്ങനെയല്ല, ഇത് എന്റർടൈൻമെന്റ് ഫൺ എന്നുള്ള ഒരു സാധനം അല്ല ഈ മൂവിയിലുള്ളത്. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മുടെ ഈ ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞിട്ട് തിയേറ്ററിൽ പോകുന്ന ആള് ഭയങ്കര സന്തോഷിക്കാനും ചിരിക്കാനും ഒക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല. കാരണം ഇതൊരു ഇമോഷണൽ ജേർണി എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ്, ഡിഫറെന്റ് ആണ്. കണ്ടു നോക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യാം കേട്ടോ. പീസ് ഔട്ട് ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.